എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു ദിവസത്തിൽ നമ്മൾ ചെറിയൊരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുള്ളത് പിറ്റി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ, പിറ്റി. അപ്പം അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെയാണ്. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള പച്ചപ്പിൻ്റെ നടുവിൽ ഉള്ള ഒരു വീടിൻ്റെ മുറ്റത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ചുറ്റോട് ചുറ്റും നല്ല പച്ചപ്പാണ്, നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ച. എല്ലാം മണ്ണ് വീടുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. റൂഫിങ് മാത്രം ടിൻ ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നതേ ഉള്ളൂ. ടിൻ ഷീറ്റ് ഉപയോഗിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തവർ ഇതുപോലെ ഓല മേഞ്ഞ പെരയാണ്. നോക്ക്, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നത് പുല്ലും ഒക്കെ തന്നെയാണ്. ഫുള്ള് പുല്ല് മൈതാനവും ഒരു ചെറിയ ഫുട്ബോൾ കോർട്ടാണ് തോന്നുന്നു കേട്ടോ. പുല്ല് മൈതാനം. ഈ ആഫ്രിക്കയുടെ ഏത് മൂലയ്ക്ക് ചെന്നാലും നമുക്ക് കാണാൻ പറ്റും, അവിടെ എല്ലാം ഫുട്ബോൾ കളിക്കാൻ ഫുട്ബോൾ പ്രേമികളെ നമുക്ക് കാണാൻ പറ്റും. വീടിൻ്റെ നോക്ക്, പുല്ലുമേഞ്ഞ വീട്. എനിക്ക് വന്നതൊരു 6 മാസം, ചിലപ്പോൾ 1 വർഷം വരെ നിൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വെയിലടിക്കുമ്പോഴത്തേക്കിനും പതുക്കെ പതുക്കെ അത് പോകാൻ തുടങ്ങും. മഴയിൽ കുതിർന്ന് വെയിലിലും കുതിർന്ന് പതുക്കെ പതുക്കെ അത് നശിക്കാൻ തുടങ്ങും. ഇതൊരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണെന്ന് നമ്മൾ കാണുന്നത്. നമുക്ക് വീട് പണിത് ഈ ദിവസങ്ങളിൽ അതിൻ്റെ പണികൾ കഴിഞ്ഞതേ ഉള്ളെന്ന് തോന്നുന്നു. അതിനുവേണ്ടി മണ്ണൊക്കെ വെട്ടുന്നത് തൊട്ടടുത്തുനിന്ന് തന്നെയാണ് മണ്ണ്. ആ കുഴി കണ്ടിരിക്കുന്നത്, ആ കുഴിയിൽ നിന്നാണ് മണ്ണൊക്കെ വെട്ടി കയറ്റി ആ മണ്ണ് കൊണ്ട് തന്നെയാണ് പണിയുന്നത്. അപ്പം ഈ വീട് പണിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒന്നും വേറെ എങ്ങൊന്നും വണ്ടി പിടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതിനാവശ്യമായിട്ടുള്ള കമ്പുകൾ മാത്രം കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്നാൽ മതി. പിന്നെ പരമ്പ് അതിനുവേണ്ടിയുള്ള ഈ മുകളിൽ വിരിച്ചിരിക്കുന്ന റൂഫിങ്ങിന് വേണ്ടിയുള്ളത് മാത്രം ഇവർ നോക്കിയാൽ മതി. അതും ഇതുപോലെ തന്നെ ഈ പന, ഇത് നമ്മുടെ പാം ട്രീ ആണ് കേട്ടോ. പാം ട്രീയുടെ ഈ പട്ട ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതും വലിയ ചിലവ് വരുന്ന കാര്യമല്ല. ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നശിച്ചൊരു വീട് കണ്ടോ, ഓൾറെഡി ഉപയോഗശൂന്യമായിട്ടുള്ളൊരു വീടാണ് ആ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു വീട് പണിക്ക് വേണ്ടി ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും. എന്നിട്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ചേർന്നിട്ട് അവരെന്നാ ചെയ്യും, അവരെങ്ങനെ വെച്ചാൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഈ കമ്പും മണ്ണും ഇതുപോലുള്ള ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവരിക, അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. ഇവരെല്ലാം കൂടെ ചേർന്നാണ് പണിയുന്നത്. അപ്പം അതിനുവേണ്ടി ആഹാരം ഉണ്ടാക്കുക എന്നുള്ളത്, പിന്നെ മദ്യം കഴിക്കുന്നവരാണെങ്കിൽ ലോക്കൽ മദ്യം, അങ്ങനത്തെ സംഭവം കേട്ടോ, അത് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് കഴിക്കാനുള്ളത് അത് അറേഞ്ച് ചെയ്യണം, ആഹാരം അറേഞ്ച് ചെയ്യണം. ബാക്കി പണികളൊക്കെ ഇവർ പൂർത്തീകരിക്കും. ശമ്പളം അങ്ങനത്തെ വ്യവസ്ഥയൊന്നുമില്ല കേട്ടോ. ആഹാരം കൊടുക്കുക എല്ലാവരും. ഇപ്പം ഇവിടുന്ന് ഈ വീട് പണിയോടെ കഴിയുമ്പോഴത്തേക്കിനും അടുത്ത വീട് പണിക്ക് വേണ്ടി അവരതുപോലെ തന്നെ ചേരും. അങ്ങനെ, അതായത് ഇപ്പോൾ വീട് പണിയുടെ ആ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ഈ വീട് ഇതിൻ്റെ ഈ കട്ടകൾ പോലെ, ബ്ലോക്ക് പോലെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്, ഇങ്ങനെ കമ്പുകളിങ്ങനെ നേരെ താഴോട്ടിങ്ങനെ കുത്തി ഉറപ്പിച്ചതിന് ശേഷം, ഇതിങ്ങനെ വാട്ടർ ലെവലൊന്നും അല്ല കേട്ടോ. വാട്ടർ ലെവലല്ല, ഒരിക്കലും വാട്ടർ ലെവലായിട്ടുള്ള വീട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എവിടെ നോക്കിയാലും വാട്ടർ ലെവലായിട്ടുള്ള വീടുകൾ അധികം കാണാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഇങ്ങനെ നേരെ താഴോട്ട് ഇങ്ങനെ കമ്പുകൾ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ക്രോസ്, ഈറ്റയോ ഇല്ലെങ്കിൽ അത് ചെറിയ കമ്പുകൾ കൊണ്ട് ഇങ്ങനെ ക്രോസ് അടിക്കും. എന്നിട്ട് ചെളി കുഴച്ച് ഇതിലേക്ക് പൊത്തി വെച്ചാണ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നത്. വളരെ നല്ല ശാന്തമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. എന്നിട്ട് കമ്പുകൾ കെട്ടും. കമ്പുകൾ കെട്ടിയിട്ടാണ് ചെളിയൊക്കെ വെച്ച് ഇങ്ങനെ തേച്ച് മിനുക്കിയെടുക്കുന്നത്. ഈ പരമ്പ് ഇത് നോക്കുക ഗൈസ്, ഓല മേഞ്ഞിരിക്കുന്നതുണ്ടോ, മനോഹരമല്ലേ, അടിപൊളിയാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാം ഫുള്ള് പുല്ലും മൈതാനത്തിന് നടുക്ക്. അവിടെ ഒരു ഫുട്ബോൾ കോർട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കുന്ന കോർട്ടും ഒക്കെയാണ്. ആ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കുറേ വലിയ വീടുകൾ. മീൻസ് പ്രത്യേകിച്ച് വലിയ വീടുകൾ എന്ന് പറയുമ്പോൾ വലിയ സെറ്റപ്പൊന്നുമല്ല, ഉള്ളതിൽ നല്ല രീതിയിൽ പ്ലാസ്റ്റർ ചെയ്ത വീടുകൾ. ചിലർ സിമൻറ്റ് വെച്ച് പ്ലാസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതും വളരെ വിരളമാണ് കേട്ടോ. പിന്നെ കുമ്മായം അടിച്ച് മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് പൊതുവെ. അതുകൊണ്ട് ഈ കാണുന്നത്
ഇവരുടെ ചെറിയ അടുക്കളയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അടുക്കളകളൊക്കെ പുറത്തായിരിക്കും. പിന്നെ ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. ചെളി കൊണ്ട് തന്നെ തേച്ച് മിനുക്കി ഭിത്തിയും പിന്നെ ഈ ഓല മേഞ്ഞ റൂഫിങ്ങും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് ക്ലൈമറ്റിനൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള രീതിയിലാണിത്. ഗൈസ്, നമ്മളങ്ങനെ പിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തോട് വിട പറഞ്ഞ് വെത്തക്കൻ പിന്നെ അതുപോലെ തന്നെ വിൽസൺ വില്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പം പോകുന്നത് കേട്ടോ. അമ്മ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പതുക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികം സ്പീഡ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. ഗൈസ്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ 2 or 3 റോഡുകൾ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇട സൈഡിൽ കൂടി കാണുന്ന ആ റോഡാണ് കേട്ടോ യഥാർത്ഥ റോഡ്. ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വലിയ വാഹനങ്ങൾ ഇതിലൂടെ ഓടുന്നത് കൊണ്ട് ആ റോഡ് ഭയങ്കരമായിട്ട് കട്ടറാകും. അപ്പം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിന് പാരലായിട്ട് അടുത്ത റോഡ് ഉണ്ടാക്കുകയാണ് ഇവർ സാധാരണ ചെയ്യുന്നത്. ഇത് റിപ്പയർ ആക്കുന്നതിലുപരി പാരലായിട്ട് അടുത്ത റോഡ് ഉണ്ടാക്കി. കണ്ടോ ഗൈസ്, നോക്ക്, ഈ റോഡ് കണ്ടോ, ഇത് കണ്ടോ, ഇതിലെ ഈ വഴി കിടക്കുന്നതുണ്ടോ. അപ്പോൾ ഈ വഴി കംപ്ലൈൻ്റ് ആകുമ്പോൾ പിന്നെ അടുത്ത വഴി ഇവർ നോക്കും. അങ്ങനെയാണ് ഇവിടെ നോർമലി ചെയ്യുന്നത്. ഇനി ഇവിടെയും എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാകുകയാണെങ്കിൽ നോക്കുക ഗൈസ്, അപ്പുറത്തുള്ള വഴി കണ്ടോ. അങ്ങനെ നോർമലി ഒരു വഴി തകരാറാകുമ്പോഴത്തേക്കിനും അടുത്ത വഴി എടുക്കുക എന്നുള്ളതാണ്. റിപ്പയർ ആക്കി ഉപയോഗിക്കുന്നതിനെക്കാളും ഇതാണ് എളുപ്പമാർഗ്ഗത്തിൽ അവർ നോക്കുന്നത്. ഈ റോഡിലൂടെ മന്ദമായിട്ട് വരുന്നത് കണ്ടോ ഗൈസ്, എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ. നന്നായിട്ട് തെന്നുന്നുണ്ട്, നല്ല തെന്നലുള്ള റോഡാണ്. വളരെ ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണം തന്നെ തെറ്റിപ്പോകാനുള്ള സാഹചര്യമുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീട്. നമ്മൾ പറഞ്ഞില്ലായിരുന്നു കമ്പൊക്കെ വെച്ച് പണിയുന്ന, ഇതാണ് അതിൻ്റെ ബേസ്മെൻറ്റ് കേട്ടോ. ഇങ്ങനെ കമ്പൊക്കെ ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇനിയാണ് ഇതിൻ്റെ പുറത്തോടെയാണ് ചെളി കൊണ്ടുള്ള ചാന്ത് തേച്ച് സെറ്റാക്കുന്നത്. ഗൈസ്, ഇന്നത്തെ യാത്രയിൽ നമ്മൾ വെത്തക്കൻ എന്ന് പറയുന്ന സ്ഥലമൊക്കെ കവർ ചെയ്ത് ഏകദേശം വിൽസൺ വാലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇന്നിവിടുത്തെ സന്ദർശനത്തിന് ശേഷം നമുക്ക് തിരിച്ച് വീണ്ടും ഗ്യാരവേ എന്ന് പറയുന്ന, അതായത് നമ്മൾ ഇന്നലെ തങ്ങിയ ആ സ്ഥലത്തേക്ക് നമുക്ക് തിരിച്ചെത്തേണ്ടതുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ടാറ്റാ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.